ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ആ അംബികയും ആ തലതെറിച്ച മകനും കാരണം പ്രതാപൻ അല്പമെങ്കിലും ഉണ്ടായിരുന്ന ആത്മാഭിമാനവും എല്ലാം ആ ക്ഷേത്ര തിരുനടയിൽ വെച്ച് തന്നെ എല്ലാം പോയി. പ്രതാപൻ ഹൃതിയുടെ കയ്യും പിടിച്ച് നാണം കെട്ട് അവിടുന്ന് വീട്ടിലോട്ട് വന്നിരിക്കുവാണ്. പ്രതാപൻ ശേഖരനോട് പറയാം, എന്തോ ഒരു അപമാനമാണ്, ആ ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ തൊലി ഇരിഞ്ഞു പോയി. എന്തൊക്കെയായാലും പബ്ലിക്കിന്റെ മുന്നിൽ ഈ റാസ്കൽ എൻ്റെ ചേച്ചിയുടെ മകനല്ലേ, ചെറിയ കുറ്റമൊന്നുമല്ല ഈ നാശം പിടിച്ചവൻ ചെയ്തത്, മോഷണമാണ്. അംബികയും ദീപക്കും അവിടെ നിൽക്കുന്നുണ്ട്. മോഷണത്തെ എനിക്ക് ന്യായീകരിക്കാൻ പറ്റൂ, അതും ക്ഷേത്രത്തിനകത്ത് വെച്ച്. ആ ക്ഷേത്രക്കാരൻ രാധമ്മയൊക്കെ ചേർന്ന് പോലീസിനെ വിളിച്ചിരുന്നെങ്കിലോ? ഇവൻ മാത്രമല്ല ലോക്കപ്പിലാകുന്ന, പ്രേരണാക്കുറ്റം ചുമത്തി എന്നെയും ചേച്ചിയും കൂടെ പിടിച്ച് ലോക്കപ്പിലാക്കും. അപ്പോഴും ചേച്ചിയില്ലാതെ നിനക്ക് പോകാൻ വയ്യ അല്ലേടാ? ഞാനൊരു മുൻ മിനിസ്റ്ററാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ ഇമേജൊക്കെ നഷ്ടപ്പെട്ടിട്ട് നാളുകളേറെയായി. നഷ്ടപ്പെട്ടതല്ലല്ലോ, പലരും ചേർന്ന് നഷ്ടപ്പെടുത്തിയതല്ലേ. അപ്പോൾ കുറച്ചൊക്കെ പ്രതാപന് മനസ്സിലാകുന്നുണ്ട് അംബികയുടെ പ്രവൃത്തികളായി ഇതൊക്കെയെന്ന്. ഒന്നാമത് ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഞാൻ ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുക. ദാരിദ്ര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ദാരിദ്ര്യം കൊണ്ട് ഗത്യന്തരമില്ലാതെ പ്രതാപവർമ്മ ഇനി മോഷണവും തുടങ്ങിക്കാണുമെന്നായിരിക്കും നാട്ടുകാർ പാടാൻ പോകുന്നത്. യാമിനിയും ഹൃതിയും ഇതെല്ലാം കേട്ട് വളരെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക. ശേഖരനാണെങ്കിൽ ആ ദീപകനെ തല്ലിക്കൊല്ലണമെന്നുണ്ട്. ദേഷ്യത്തോട് പറ, ചേട്ടാ ഇവനൊരു മഹാദ്രോഹിയാ, ഇവൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. പണ്ടേ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുള്ളതാ ഇവനെയൊക്കെ ചുമക്കരുതെന്ന്. ചുമന്നാ പിന്നെ ചുമന്നവനും നാറും. നമ്മുടെ യാമിനി പറയാം, ജുവനൽ ഹോമിലോട്ട് അന്നേ ഇവനെ അങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ ഇവൻ കുറച്ചെങ്കിലും നന്നായേനെ. ആ അമ്പിയക്കള്ളി ഇങ്ങനെ ഒലക്ക വിഴിഞ്ഞതുപോലെ നിൽക്കുക. ദീപക്ക് ചെവിയിൽ ചോദിക്കുന്നു, എന്നെ കൊലക്കി കൊടുത്തിട്ട് നിങ്ങളെന്താ മിണ്ടാ നിൽക്കുവാണോ? ഞാൻ ഇവരോട് സത്യങ്ങളൊക്കെ വിളിച്ച് പറയട്ടെ? പറയടാ ദീപക്കെ, അങ്ങനാടാ വേണ്ടത് ഇവക്ക്. അയ്യോ മോനെ, നീ എന്നെ ചതിക്കല്ലേ, ഞാൻ പിന്നെ പെരുവഴിയിലാകുവേ. നിനക്ക് നാണമില്ലേടി ഇങ്ങനെ പറയാൻ? എത്ര അന്തസ്സോടെ ജീവിച്ചിരുന്നതായിരുന്നു പ്രതാപനും കുടുംബവും. അവരെ ഈ രീതിക്ക് എത്തിച്ചത് നീയല്ലേ? ഹൃതികയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയം. ഒരു കാര്യമില്ലാതെ ഇവൻ എന്തിനാ അമ്പലത്തിലോട്ട് വന്നത്? ആരെങ്കിലും അവനെ വിളിച്ചറിയിക്കാതെ ഇവൻ അമ്പലത്തിലോട്ട് വരുവോ? ഇവൻ ആ മാല മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനാരുടെയെങ്കിലും പ്രേരണ ഉണ്ടായിരിക്കും. ഹൃതികയ്ക്ക് നന്നായിട്ടറിയാം അത് അംബികക്കള്ളിയുടെ പണിയാണെന്ന്. ആ കാര്യം എനിക്ക് ഉറപ്പാ എന്നിങ്ങനെ ഹൃതിക പറഞ്ഞപ്പോൾ ആ പെരുങ്കള്ളി, എടി നീ വിരൽ ചൂണ്ടുന്നത് എൻ്റെ നേരെയാണല്ലോ. താണ്ടെ, ഞാൻ ആരുടെ നേരെയും വിരൽ ചൂണ്ടിയിട്ടില്ല. എൻ്റെ സംശയം ഞാൻ പറഞ്ഞു. ഇതേ മോഷണക്കുറ്റവാ, വെറുതെ ആരെയും സംശയിക്കുന്നത് ശരിയല്ല. ഹൃതിക വെറുതെ ഇരിക്കുക, അവനെന്തായാലും നിങ്ങളുടെ മകനല്ലേ. ഒരുപക്ഷെ അതും ഇനി നിങ്ങൾ നിഷേധിക്കുവോ? പെങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പ്രതാപന് പെട്ടെന്നങ്ങ് നോവും. പ്രതാപം പറയുക, നിങ്ങൾ അമ്മായി മോളുടെ വഴക്ക് കൂടിയിട്ട് എന്താ പ്രയോജനം? ചേച്ചി അവനെ പ്രസവിച്ചു പോയി, അതുകൊണ്ടെന്താ ചേച്ചി തെറ്റുകാരിയാവും? ഇല്ല പ്രതാപ, ചേച്ചി തെറ്റുകാരിയേ അല്ല. ചേച്ചിയാണ് ഹരിചന്ദ്ര മഹാരാജാവിന്റെ നേർ പെങ്ങള്. എടി അംബികയെ, നിന്റെ കൂടപ്പറപ്പല്ലേ ആ പ്രതാപൻ. നീ ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും ആ പ്രതാപൻ നിന്നെ വിശ്വസിക്കുന്ന കണ്ടോ? ഇനിയെങ്കിലും നിനക്ക് മാറി ചിന്തിച്ചു കൂടേടി ദുഷ്ടേ. പ്രതാപനാണ് സങ്കടത്തോടെ പദം പെറുക്കുക. എന്തായാലും വല്ലാത്ത കഷ്ടകാലമായി പോയി, നാണക്കേടിന്റെ പെരുമഴയായിപ്പോയി. ആ രാധമ്മ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. രാധമ്മ പറഞ്ഞതിനകത്ത് വലിയ തെറ്റൊന്നും ഇല്ലല്ലോ പ്രതാപ. അതേപോലെ സഹിക്കാൻ വയ്യാതല്ലേ രാധമ്മ അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സ്വന്തം പെങ്ങൾക്ക് വേണ്ടിയല്ലേ മരുമകനെയും കുടുംബത്തെ ആട്ടി ഇറക്കിയത്. അന്ന് പ്രതാപന് സ്വന്തം മകളുടെ ഭാവി ജീവിതം പോലും നോക്കണ്ടായിരുന്നു ഇല്ലേ? രാധമ്മ ഇപ്പോൾ കുറച്ച് അഹങ്കാരിയായി. പക്ഷെ ആ അഹങ്കാരി ആക്കിയതാരാ രാധമ്മേ? അവരെ അത്രത്തോളം അപമാനിച്ച് അവരുടെ മനസ്സിലേൽപ്പിച്ച മുറിവല്ലേ ഇതിനൊക്കെ കാരണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കേണ്ട ആവശ്യം തന്നെയാ. ലോക ഉടായി അനന്തംപിള്ളയുടെ മകൾ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, ഇവിടെ എന്താ പ്രശ്നം? ശേഖരനാണെങ്കിൽ നന്ദനെ കണ്ണെടുത്താ കണ്ടൂടാ. ശേഖരൻ ചോദിക്കുക, ആഹാ നീയോ അറിഞ്ഞില്ലായിരുന്നോ? നിന്റെ ഈ മാന്യനായ ഭർത്താവേ ആ ക്ഷേത്രത്തിൽ നിന്ന് 10 പവന്റെ മാല കട്ടെടുത്തെന്ന്. ഇവിടെ അഹങ്കാരം ഒന്ന് കുറയ്ക്കണമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹൃതിക പറയാ, ഇടി കൊണ്ട് വശം കെട്ടിപ്പോ ഇവൻ ലോക്കപ്പിൽ കിടക്കേണ്ടതായിരുന്നു. എൻ്റെ അച്ഛനുള്ളതുകൊണ്ട് തൽക്കാലം ഇവൻ രക്ഷപ്പെട്ടു. കള്ളൻ എന്നിങ്ങനെ ഹൃതിയെ വിളിക്കുമ്പോൾ അംബികയ്ക്കങ്ങ് ദേഷ്യം വരുക. മഹാകള്ളി, മോനെ കള്ളൻ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് പൊള്ളുന്നു. നമ്മുടെ യാമിനിക്കും ഉണ്ട് അവളോട് ഭയങ്കര ദേഷ്യം. യാമിനി പറ, ഭർത്താവിന്റെയും അമ്മാവന്റെയും മകളുടെയും സ്വത്തുക്കൾ കട്ടെടുത്താൽ മാത്രം പോരടി, വല്ലപ്പോഴും ഇവന് കുറച്ച് പോക്കറ്റ് മണി കൂടെ നീ കൊടുക്കണം. അല്ലെങ്കിൽ ഇവനിങ്ങനെ നാട് നീളെ നടന്ന് മോഷ്ടിക്കും. നന്ദനെ ഒന്ന് പൊരിച്ചെടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. ശേഖരൻ പറയാ, ഇവനെ ക്രിമിനൽ മാത്രമല്ല കള്ളനും കൂടിയാ. അയ്യോ അല്ല, നീയാണല്ലോ ഇപ്പൊ ഇവന്റെ മാർഗദർശി. നീയും നിന്റെ തന്തയും കള്ളന്മാരുടെ അസോസിയേഷന്റെ നേതാക്കന്മാരല്ലേ? നന്ദനെ ഒരു അലർച്ച. സ്റ്റോപ്പ് ഇറ്റ്. വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അംബികയ്ക്ക് ഒരു വെപ്രാളം തുടങ്ങി. ദൈവമേ, ഇവളിനി എന്ത് വിവരം അറിഞ്ഞത്? ഞാനെങ്ങാണോ ആണോ മോഷ്ടിച്ച് കൊടുത്തതെന്ന് ഇവളിപ്പോൾ പറയുവോ? എന്നോടെ ഒരാളെ വിളിച്ച് പറഞ്ഞു കാര്യങ്ങളൊക്കെ.
പിന്നെ ഒരു കാര്യം, ദീപു പണ്ട് കള്ളനും കൊള്ളരുതാത്തവനും ഒക്കെ ആയിരിക്കാം, പക്ഷെ ഇപ്പോഴങ്ങനെ അല്ല. ഹൃതികയ്ക്കും യാമിനിക്കും ചിരിക്കണോ വേണ്ടയോ എന്നറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ ജോക്ക് കേട്ട ആർക്കാ ചിരി വരാത്തത്? എന്റെ ഹസ്ബൻഡ് ആയതിനു ശേഷം ദീപുവെ മൊത്തത്തിൽ മാറിപ്പോയി. എവിടാണ് ഈ മാറിയത്? അമ്മ വിളിച്ചപ്പോ മോഷ്ടിക്കാൻ വന്നതാണോടി ഇത്? അതാണോ അവൻ മാറിയത്? ദീപു ഒരാളുടെ 1 രൂപ പോലും മോഷ്ടിക്കില്ല. അത് ശരിയാ, 1 രൂപ മോഷ്ടിച്ചിട്ട് എന്തോടുക്കാന്? ആ ജോക്ക് കേട്ടിട്ട് ഉടനെ ഋതിക പറയാം, എന്നാലേ 1 രൂപയല്ല ഇവൻ മോഷ്ടിച്ചത്, 10 പവന്റെ ഒരു മാലയാ. നന്ദന പറയാം, ദീപു 10 പവന്റെ മാല മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലേ അത് ദീപുവിന് വേണ്ടി ആയിരിക്കില്ല, ദീപുവിന്റെ അമ്മ പറഞ്ഞിട്ടായിരിക്കും. അത് കറക്റ്റ്. നന്ദനെ അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത ഹരിചന്ദ്രന്റെ പെങ്ങള അംബികയുണ്ടല്ലോ നന്ദനയുടെ അടുത്തോട്ട് ചെല്ലുക. എന്തോ ഒരു തകർപ്പൻ അഭിനയമാ. നന്ദനയുടെ നേരെ കഴിഞ്ഞുകൊണ്ടിക്കൊണ്ട് അംബിക, എടി ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ. ഇല്ലാവചനമല്ല, ഞാൻ പറഞ്ഞത് സത്യവാ. ദീപു ഇന്നോളം ജീവിതത്തിൽ കാണിച്ചിട്ടുള്ള എല്ലാ വൃത്തികേടുകളുടെയും പിന്നിൽ എല്ലാം നിങ്ങളുടെ പ്രേരണ ഒന്ന് മാത്രമാണ്. അയ്യോ പഞ്ചപാപം, വായിൽ വിരൽ വെച്ചാൽ കടിക്കാൻ പോലും അറിയാത്ത നമ്മുടെ അംബിക, അയ്യോ എൻ്റെ ദൈവമേന്നും പറഞ്ഞ് നെഞ്ചത്തിങ്ങനെ കൈവെക്കുക. അംബികയുടെ അഭിനയത്തിലെങ്ങനെ നന്ദന വീഴുവോ? ഇവളെയൊക്കെ വിറ്റ കാശ് അവിടെയുണ്ട്. അവൾ പറയാ, ഈ ദീപുവിനെ ഒരു പക്ക ക്രിമിനലാക്കിയ നിങ്ങൾ ഒറ്റ ഒരുത്തിയ, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ദൈവമേ, ഇവളുള്ള സത്യമെല്ലാം വിളിച്ചു കൂവാണല്ലോ. പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം കണ്ടേ പറ്റൂ. അംബിക ഇങ്ങനെ ആലോചിക്കുക. നന്ദന പറയാം, ഇങ്ങനെയും പെട്ടതള്ളമാരുണ്ടോ ഈ ലോകത്ത്? ഇനി ഒട്ടും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ഉഗ്രൻ ഐഡിയ അങ്ങോട്ട് എടുത്ത്, ഡീ നിന്നെ ഞാൻ എന്നും പറഞ്ഞ് അംബിക അങ്ങോട്ട് കൈപൊക്കും. താണ്ട നന്ദന തൊട്ടു പോകരുത് നീ എന്നെ. ഇതെല്ലാം കണ്ടും കേട്ടും പ്രതാപനാണെങ്കിൽ ഞാൻ ഈ നാട്ടുകാരനേ അല്ല, എനിക്ക് പറയുന്നതും മനസ്സിലാകത്തില്ല എന്നുള്ള ഭാവത്തിൽ പ്രതാപൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അമ്പികേ, നീ എന്നെ തൊട്ടാൽ നിങ്ങൾ വിവരം അറിയും. പറയുന്നത് അനന്തം പിള്ളയുടെ മകൾ നന്ദനയാണ്. അവൾ പറയുന്ന പോലെ ചെയ്യും. ഉടനെ പ്രതാപൻ പറയുക, ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? ഇപ്പോഴും അവൻ്റെ പെങ്ങടെ നേരെ ആരെങ്കിലും കൈ ചൂണ്ടിയാൽ അവന് വിറയ്ക്കും, അവന് വിഷമം വരും. നീ നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ടെന്ന് പോയേ. വല്യമ്മാവൻ ദേഷ്യപ്പെടാതെ, ദീപുവിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. വല്യമ്മാവൻ ഒരു കാര്യം ചെയ്യും, വല്യമ്മാവന്റെ ചേച്ചി ആദ്യം ഒന്ന് നേരെയാക്കാൻ നോക്ക്. ദീപുവിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ദീപുവിനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ പെർമിഷൻ ഇല്ലാതെ ഇവിടേക്കോ ദാണ്ട് ഈ സ്ത്രീ വിളിക്കുന്നിടത്തോട്ടോ പോയേക്കരുതെന്ന്? ദീപു ഇപ്പൊ നാക്കില്ലേ? അത് നന്ദു എന്നും പറഞ്ഞിങ്ങനെ വിറച്ചു നിൽക്കുക. നന്ദന പറയാം, ദീപുവിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം, വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് വലിച്ചോണ്ട് പോവുകയാണ് ദീപക്കിനെ. ഇപ്പോഴും ആ സൂർപ്പണയ അംബികയ്ക്ക് നാണവും മാനവും ഉണ്ടോ? സ്വന്തം മകനെയാണ് ഇത്രയൊക്കെ ആക്ഷേപിച്ചിട്ടും ആ സത്യം തുറന്ന് പറയുന്നുണ്ടോ? എല്ലാവരുടെയും വായിൽ നിന്ന് കിട്ടി, ഇതാണ്ടിപ്പം നന്ദനയുടെ വായിൽ നിന്നും കിട്ടിക്കഴിഞ്ഞ പ്രതാപൻ ഇങ്ങനെ തല കുനിഞ്ഞിരിക്കും. അത് കണ്ടിട്ട് ഋതിക പറയാം, അച്ഛൻ വിഷമിക്കാതെ, അച്ഛനെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എൻ്റെ അച്ഛനെ എന്തായാലും ആർക്കും ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവില്ല. ഈ സമയം വേണുവേട്ടനെയും രാധമ്മയും രാജു എല്ലാം വീട്ടിലെത്തിയിരിക്കുക. വേണുവേട്ടൻ രാധമ്മയോട് പറയാം, എടി രാധേ, നീ അങ്ങനെയൊന്നും വർമ്മസാറിനോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. നമ്മൾ മതിമറന്ന് ജീവിക്കുന്നത് ശരിയല്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ പഴയ കാര്യങ്ങളോടൊന്ന് ഓർക്കുന്നത് നല്ലതാ. സത്യത്തിൽ നീ വർമ്മസാറിനെ അവിടെ വെച്ച് അപമാനിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. അപ്പോൾ ആ സാറിൻ്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രിയയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്ന വലിയ കാര്യമായിപ്പോയി. പാവം സാർ അപമാനഭാരത്താൽ അവിടെ നിന്ന് ഉരുകുമായിരുന്നു. രാധമ്മയ്ക്ക് ഇത് വല്ലോ മനസ്സിലാവുക? നിങ്ങളിനി എന്നും മനസ്സിലാക്കും വേണുവേട്ട. നിങ്ങൾ ഇപ്പോഴും അയാളുടെ ദാസനാണെന്നാണോ വിചാരം? വല്ലാത്ത കഷ്ടം തന്നെ. അന്ന് അയാൾ ഈ വീട്ടിൽ നിന്ന് നമ്മളെ അപമാനിച്ചിറക്കി വിട്ട ആ ദൃശ്യം എൻ്റെ കൺമുന്നിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല. ഞാൻ മരിച്ചാലും അത് മാഞ്ഞു പോകത്തതുമില്ല. ഞാൻ അയാളെ അപമാനിച്ചത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലേ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചങ്ങ് മാപ്പ് പറ. അതിന് ഈ രാധമ്മയെ കിട്ടില്ല. രാധമ്മ ഇപ്പം ആകെ മാറിപ്പോയതൊന്നും വേണുവേട്ടൻ അറിയില്ലേ? അതോ അറിഞ്ഞുകൊണ്ടാണോ രാധമ്മയെ ചൊറിഞ്ഞ് അവിടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കാൻ പോകുന്നത്? ഇവരുടെ വാക്കുവാദങ്ങൾക്കിടയിൽ രാജു ഇങ്ങനെ മിണ്ടാതിരിക്കുക. ഉടനെ രാജു പറയാം, അതല്ലമ്മേ, സാറിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് വല്ലാത്ത ഒരവസ്ഥയില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ നമ്മളോട് അപമാനിച്ചാലോ? അത് താഴെ വീണ് കിടക്കുന്ന ഒരാളെ വീണ്ടും വീണ്ടും ചവിട്ടുന്നതിന് തുല്യമല്ലേ? രാധമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം എരച്ച് കയറുക. അമ്മ കാണിച്ചതും പറഞ്ഞതും തെറ്റ് തന്നെ. ആഹാ, അച്ഛനും മോനും എന്നെ തെറ്റും ശരിയൊന്നും പഠിപ്പിക്കാൻ വരണ്ട. ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അയാൾ നല്ലവനായിരുന്നെങ്കിലേ ഈ കൊട്ടാരം പോലത്തെ വീട് വിട്ടിട്ട് ആ ഔട്ട് ഹൗസിൽ പോയി കിടക്കേണ്ട ഗതി വരുമായിരുന്നോ? ദൈവം നമ്മളോടൊപ്പം അയാൾ നമ്മളോട് കാണിച്ച ക്രൂരതകളൊക്കെ ഓർക്കുമ്പോഴേ എൻ്റെ ദേഷ്യം തികട്ടി വരുക. അതുകൊണ്ട് അയാളെ അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കത്തില്ല. അമ്മയ്ക്ക് താളം പോടുന്ന ജോലിയാണല്ലോ പ്രിയയ്ക്ക്. അതേ അമ്മേ, ഞാനും അമ്മയുടെ കൂടെ തന്നെ. എനിക്ക് അയാളെ കാണുന്നത് തന്നെ വെറുപ്പാ.
അമ്മേ, ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവരെ ഉടനെ തന്നെ ഔട്ട് ഹൗസിൽ നിന്ന് ഇറക്കി വിടണം. മോളെ, നീ പറഞ്ഞത് ശരിയാ. ഞാനിപ്പോൾ അതേ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴേ അതൊരു ദരിദ്ര കുടുംബം മാത്രമല്ല, ദീപക്കനെ പോലുള്ള ഒരു പെരുങ്കള്ളനും അംബികയെ പോലുള്ള പെരുങ്കള്ളിയും താമസിക്കുന്ന വീടാ. ഈ കള്ളക്കൂട്ടങ്ങളാ നമ്മുടെ അയൽവാസികളെന്ന് നാട്ടുകാരെങ്കിലും അറിഞ്ഞാലേ എടി മോളെ, നമ്മുടെ സ്റ്റാറ്റസ് തന്നെ അങ്ങ് നഷ്ടപ്പെടും. എന്നാണ് രാധമ്മേ ഈ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടായത്? പ്രതാപൻ പെങ്ങളോട് പറയുക, എൻ്റെ മകളുടെ നിഴൽവട്ടം പോലും ആ കുടുംബം കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. നല്ല ആഗ്രഹമായിരുന്നു തന്തേ നിൻ്റെത്. ഇങ്ങനെ തന്നെ നീ ആഗ്രഹിക്കണം. എങ്ങനെങ്കിലും ചെയ്തു പോയ തെറ്റ് തിരുത്തി മകളെയും ഭർത്താവിനെയും യോജിപ്പിക്കണമെന്നല്ലല്ലോ അയാളുടെ മനസ്സിൽ ഇപ്പോഴും. പക്ഷേ മോളെ, നമ്മൾ അവരുടെ മുന്നിൽ ചെന്ന് പെട്ടല്ലോ. ഹൃതിയോട് പറയാം, പ്രതാപൻ അറിഞ്ഞില്ലല്ലോ ഹൃതിയയ്ക്ക് ഇതൊക്കെ അറിയാമെന്നുള്ള കാര്യം. കരഞ്ഞുകൊണ്ട് പ്രതാപൻ പറയുന്നു, മോളെ, അച്ഛനെ വിശ്വസിച്ച് എൻ്റെ മോൾ അച്ഛനോടൊപ്പം നിന്നതാ. എൻ്റെ ജീവൻ രക്ഷിച്ചവളാ നീ, എൻ്റെ അഭിമാനം കാത്തു രക്ഷിച്ചവളാ നീ. അവരവരുടെ മകന് സെൻട്രൽ മിനിസ്റ്ററുടെ മകളെ കൊണ്ടോ പ്രൈം മിനിസ്റ്ററുടെ മകളെ കൊണ്ടോ ആരെ കൊണ്ടെങ്കിലും വിവാഹം കഴിപ്പിച്ചോട്ടെ. പക്ഷേ എൻ്റെ മോളെ, എൻ്റെ മോക്ക് ഈ അച്ഛൻ ഒരാളെ കണ്ടെത്തും. ആരെ കണ്ടെത്തും? ഞോട്ടും. നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കൊണ്ട്, എൻ്റെ മോളെ മഹാറാണിയെപ്പോലെ നോക്കുന്ന ഒരാളെ കൊണ്ട് ഞാൻ എൻ്റെ മോളെ വിവാഹം കഴിപ്പിക്കും. എന്തോ എടുത്തിട്ട് എങ്ങനെ വിവാഹം കഴിപ്പിക്കും? ഹൃതികയ്ക്ക് എന്തെങ്കിലും പ്രതാപനോട് പറയാൻ പറ്റുമോ? മനസ്സിൽ പറയാം, എൻ്റെ അച്ഛ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ രാജുവാണ്. അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ രാജു എന്നെ മഹാറാണിയെപ്പോലെ നോക്കും. അതല്ലാതെ ആ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ ഈ ജന്മത്തിൽ ഹൃതികയ്ക്ക് കഴിയില്ല. അച്ഛന് മകളോടുള്ള സ്നേഹം കണ്ടിട്ട് അംബികയ്ക്ക് തീരെ സഹിക്കുന്നില്ല. അവൾ എന്തൊക്കെയോ കുനിഷ്ഠ ബുദ്ധി ഇങ്ങനെ ആലോചിച്ചോണ്ട് പ്രതാപൻ്റെ അടുത്ത് ഇരിക്കുക. രാധമ്മ നാണ്ട വളരെ സ്ട്രിക്റ്റായിട്ട് രാജുവിനോട് പറയാം, രാജു, ഇനി നിന്റെ മനസ്സിൽ ഹൃതിക എന്ന വൃത്തികെട്ട പെണ്ണ് ഇല്ല. എന്നാ രാധമ്മേ നിനക്ക് അവൾ വൃത്തികെട്ട പെണ്ണായി പോയത്? സെൻട്രൽ മിനിസ്റ്ററുടെ മകൾ ഐശ്വര്യ മാത്രമായിരിക്കണം നിന്റെ മനസ്സിലിനി. അതിനൊരു മാറ്റം ഉണ്ടായാൽ, നീ എൻ്റെ വാക്ക് ധിക്കരിച്ചാൽ, നാളെ തന്നെ നമ്മുടെ ഔട്ട് ഹൗസിൽ നിന്ന് വർമ്മയും കുടുംബവും ഇറങ്ങേണ്ടി വരും. എന്തായാലും രാധമ്മയുടെ അവസാനത്തെ ആയുധം കൊള്ളാം. വേണുവേട്ടൻ പറഞ്ഞു, എടി, നീ അവിവേകമൊന്നും കാട്ടല്ലേ. സാറിൻ്റെ അവസ്ഥ നമ്മളൊക്കെ കരുതുന്നതിനേക്കാളും മോശമാ. ഇങ്ങനെയൊക്കെ പറയാം വേണുവേട്ട, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളുടെ ഭാര്യയല്ലേ ഈ രാധമ്മ? നിങ്ങൾക്ക് തൻ്റെ വലിയ അച്ഛനും മോനും. എന്തിനാ ഈ അമ്മയുടെ മുന്നിൽ ഇത്രയൊക്കെ താഴ്ന്ന രാജു? എന്തിനാ ഭാര്യയുടെ മുന്നിൽ ഇത്രയും പഞ്ചപുച്ചോടക്കി ഈ വേണുവേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത്? സ്നേഹവും ബഹുമാനവും ഒക്കെ നല്ലതാ, പക്ഷെ ഇത്രയ്ക്ക് അതിരി കവിഞ്ഞു പോയാലേ ഒട്ടും റെസ്പെക്റ്റ് ആരിൽ നിന്നും കിട്ടില്ല. വർമ്മ സാറ് മറ്റൊരു വീട് കണ്ടെത്തുന്നവരെ അവിടെ കഴിയട്ടടി രാധമ്മേ. പറ്റത്തില്ല, അവരവിടെ തന്നെ കഴിയട്ടെ എന്ന് തീർത്ത് പറഞ്ഞുകൂടെ വേണുവേട്ടാ? ആ കനിവെങ്കിലും നമ്മൾ കാണിക്കണം. അപ്പൊ പ്രിയ, അച്ഛൻ എന്താച്ചാ മാറാത്തത്? അച്ഛന് വിവരവും വിവേകവും ഉള്ളൊരു മനുഷ്യനായതുകൊണ്ടാ പ്രിയേ അച്ഛൻ മാറാത്തത്. അല്ലമ്മേ, നമ്മളിനി ആരെയാ പേടിക്കേണ്ടത്? നമ്മൾ വലിയ പണക്കാരായില്ലേ? അയ്യോ, രാധമ്മയുടെ ഒരു അഹങ്കാരം. നിങ്ങൾ ആരെയാ പേടിക്കേണ്ടത്? ദൈവത്തെ പോലും പേടിക്കേണ്ട കേട്ടോ രാധമ്മേ. അച്ഛാ, ഞാനൊരു കാര്യം പറയോ, അച്ഛൻ്റെ മനസ്സിൽ നിന്ന് നമ്മൾ അടിമകളാണെന്നുള്ള പഴയ ചിന്ത ദൈവത്തെ ഓർത്തെടുത്തങ്ങ് കള. എടി പ്രിയേ, നിന്നേക്കാൾ ഒരുപാട് ഓണം ഉണ്ടവനാ ഞാൻ. പണം ഉണ്ടായെന്ന് വെച്ചേ എല്ലാം മറക്കാൻ പാടില്ല. ദൈവദോഷം ഉണ്ടാവും. വേണുവേട്ടൻ ഇങ്ങനെ പറയാനേ അറിയാവുള്ളൂ. ദാണ്ട രാധമ്മ ചാടി കയറുക. ഒന്ന് നിർത്തുന്നുണ്ടോ വേണുവേട്ടാ? ഒരിക്കൽ കൂടി ഞാൻ പറയും, ആ വർമ്മയുടെയോ അവൻ്റെ മകളുടെയോ പേര് ഈ വീട്ടിലെങ്ങനെ കേട്ടാൽ അവർ പിന്നെ ഔട്ട് ഹൗസിൽ കാണില്ല. ഒന്നും വേണ്ടാതെ രാജുവും വേണുവേട്ടനും ഇങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, വാടി പ്രിയ ഇങ്ങോട്ട് എഴുന്നേറ്റ് എന്നും പറഞ്ഞ അമ്മയും മോളുടെ താണ്ടങ്ങ് പോകുന്നുണ്ട്. സങ്കടത്തോടെ രാജു വേണുവേട്ടനെ നോക്കുന്നു, വേണുവേട്ടൻ താണ്ട രാജുവിനെയും നോക്കുന്നു. ഒരു കഴിവില്ലാത്ത അച്ഛനും മോനും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അവിടെ അങ്ങോട്ട് ഇരുന്നോ. അംബിക പ്രതാപനോട് പറയാം, എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർക്ക് ഇത്രയധികം പണം എവിടുന്ന് കിട്ടി? നിനക്കറിയില്ലേടി അംബിക? രാജുവും വേണുവേട്ടനും രാധമ്മയും എല്ലാം കൂടെ കമ്പിപ്പാര എടുത്തോണ്ട് കുത്തി തുറന്ന് എവിടെയൊക്കെയോ പോയി പണം എടുത്തോണ്ട് വന്ന് നീ നിന്റെ മോനും കൂടെ ചെയ്യുന്ന പോലെ. മഹാഭാവി, അവരധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാടി. നിന്റെ ദുർബുദ്ധി അവിടെ പോന്നു നോക്കാം എങ്ങോട്ടാണെന്ന്. അതും പ്രതാപ, ഒരു 2 വർഷം കൊണ്ട് ഇതിലെന്തോ രഹസ്യം ഉണ്ട് പ്രതാപ. വിദേശത്ത് പോയിട്ട് ഏതോ പണക്കാരനെ വഞ്ചിച്ചു കാണും. അതിനുള്ള ബുദ്ധിയൊക്കെ അവനുണ്ട്. ഇത് കേട്ടോണ്ടിരിക്കുന്നല്ലോ പ്രതാപ. നിന്റെ കൂടെ അത്രയും കാലം ജീവിച്ചവനല്ലേ രാജു? ഇത്രയും ഇവള് പറഞ്ഞിട്ട് നിനക്കൊരു അല്പം പോലെ ഒരു രോഷവും മാനവും ഇല്ലേ? അവിടെ ചെവിക്കുറ്റിക്കൊന്ന് കൊടുത്തുകൂടെ? പിന്നെ നോക്കിയാൽ മതിയല്ലോ ചേച്ചിയാണെന്ന്. ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന പ്രതാപനോട് വീണ്ടും അംബിക പറയാം, ചിലപ്പോഴേ ഇവൻ വിദേശത്തൊക്കെ പോയി സമ്പാദിച്ചെന്നൊക്കെ പറയുന്ന പച്ച കള്ളവാ. അവനെ ഇവിടെ നിന്റെ വിശ്വസ്തനാന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ പറഞ്ഞു നടന്നപ്പോ നിന്നെ പറ്റിച്ചുണ്ടാക്കിയ പണമായിരിക്കും ഇതൊക്കെ. എടി അംബിക, അത് നിന്റെ തൊഴിലല്ലേ? നീ നിന്റെ മകനും പോലെയാണെന്ന് കരുതിയോ എല്ലാവരെയും?
എന്നിട്ടവൻ നമ്മളെ വിശ്വസിപ്പിക്കാനേ വിദേശത്ത് പോയി സമ്പാദിച്ചതാണെന്നൊരു കള്ളവും പറഞ്ഞ് നടക്കുക. എന്തായാലും ഇത് നേരായ മാർഗത്തിലുണ്ടാക്കിയ പണമൊന്നും അല്ല. അതെന്തായാലും ഉറപ്പാ. ഇവൻ കാരണം ദുബായിൽ ഏതെങ്കിലും ഒരു അറബി തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. എടാ പ്രതാപ, അവൻ നാട്ടിൽ നിന്നെയും പറ്റിച്ച് വിദേശത്ത് പോയി ഒരു അറബിയെയും പറ്റിച്ച് പഠിച്ച കള്ളനവൻ. ചേച്ചി, ആ രാജുവിൻ്റെയോ അവൻ്റെ വീട്ടുകാരുടെയോ കാര്യമൊന്നും ഈ വീട്ടിൽ ഇനി സംസാരിക്കണ്ട. എന്നിട്ടും രാജുവിനെ പറഞ്ഞിട്ട് അവൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ഹൃതിയെ നോക്കിയിട്ട് പ്രതാപൻ പറയാം, എല്ലാവരോടും കൂടിയാ പറയുന്നത്. അപ്പോഴിപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു പ്രതാപൻ രാജുവിൻ്റെ ഔട്ട് ഹൗസിലായി ഇവർ താമസിക്കുന്നതെന്ന്. രാജുവാണെങ്കിൽ അവിടെ ടെറസിൻ്റെ മുകളിൽ വന്നിങ്ങനെ നോക്കി നിൽക്കുവാണ് ഹൃതിയുടെ വീട്ടിലോട്ട് നോക്കി. അത് രാജു ഓർക്കുക, അമ്പലത്തിൽ വെച്ച് ഹൃതിയുടെ കയ്യിൽ നിന്ന് മാല തെറിച്ച് വീണ് അവൻ്റെ കഴുത്തിൽ വീണ് അതൊക്കെ ഇങ്ങനെ ഓർത്തോണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. 2 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇത്രയും ദൂരം ഓടി വന്നത് എനിക്ക് എൻ്റെ ഋതുവിനെ ഒന്ന് കാണാനാ. എടാ പോടാ തൻ്റെ ഇടവില്ലാത്തവനെ, ഇത് നിന്റെ അമ്മയോട് നിനക്ക് പറഞ്ഞുകൂടെ? വെറുതെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാ മതിയോ? എൻ്റെ ഋതികയില്ലാത്ത ഈ 2 വർഷം ഞാൻ എങ്ങനെ തള്ളി നീക്കിയെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. അതുപോയി നിന്റെ പെങ്ങൾ പ്രിയയോട് പോയി പറ, എൻ്റെ ഋതുവില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഇപ്പോഴെൻ്റെ അമ്മ പറയുന്നതോ ഞാൻ വേറെ വിവാഹം കഴിക്കണമെന്ന്. എനിക്കാണെങ്കിൽ ആലോചിക്കാൻ പോലും കഴിയാത്തൊരു സംഭവം അമ്മയെ ആവശ്യപ്പെടുന്നത്. അല്ലാതെ വേറൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും എന്നെ കൊണ്ട് കഴിയില്ല. ഇതൊക്കെ മനസ്സിൽ പറഞ്ഞ് ആശ്വാസം കണ്ടെത്തിക്കൊണ്ടിരുന്നോ രാജു? ഒന്നുകിൽ ധൈര്യത്തോടെ നീ ഇതൊക്കെ രാധമ്മയോട് പറയണം, അല്ലെങ്കിൽ നീ മിണ്ടാതിരിക്കേ. ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. ഹൃതികയാണെങ്കിൽ അവിടെ ബെഡ്റൂമിൽ വന്നിരുന്നോണ്ട് ആലോചിച്ചിട്ട് ചിരിക്കുക. എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ എന്നെ മഹാറാണിയെ പോലെ നോക്കുന്ന ഒരാളെ ദൈവം എൻ്റെ അടുത്തോട്ട് വിട്ടിരിക്കുന്നുണ്ട് അച്ഛാ. ഞാൻ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ, അച്ഛനും ഇഷ്ടപ്പെടുന്ന ആളെ എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ഷേത്രത്തിൽ വെച്ച് രാജുവിനോട് ഒരുപാട് സംസാരിക്കണമെന്ന് കരുതിയിരുന്നതാ. പക്ഷെ എൻ്റെ രാജുവിനെ കണ്ടപ്പോൾ എനിക്ക് വാക്കുകളൊന്നും പുറത്തോട്ട് വന്നില്ല. നാളെ എന്തായാലും ഓഫീസിൽ വെച്ച് സംസാരിക്കാം. നമ്മുടെ വേണുവേട്ടനൊരു പഴയ പാട്ടൊക്കെ പാടിക്കൊണ്ട് ആ സോഫ തുടയ്ക്കുക. അത് കണ്ടോണ്ട് പ്രിയ വന്നിട്ട്, ഛേ ഈ അച്ഛൻ എന്തോന്നായി കാണിക്കുന്നത്? നിനക്കെന്താടി കണ്ടുകൂടെ? ഞാൻ സോഫ തുടയ്ക്കുവല്ലേ? നാളെ തിരുവോണമല്ലേ അച്ഛാ, ഇതൊക്കെ ചെയ്യാൻ ഇവിടെ സെർവൻസ് ഉണ്ടല്ലോ. എന്നാലേ ഞാനിവിടെ ഒരു സെർവൻറ്റിനെയും കണ്ടില്ല. ഓണമായിട്ട് ഇനി എല്ലാവർക്കും ലീവ് കൊടുത്തോ? പിന്നെ അമ്മയല്ലേ ആള്, അമ്മ ലീവ് കൊടുത്തു തന്നെ. അവരെയും കൊണ്ട് അമ്മ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ റെഡിയാവുക. അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മ ഇന്ന് സൂപ്പർ മാർക്കറ്റ് മൊത്തം വാങ്ങിക്കൊണ്ട് വരുമല്ലോടി. ഡാണിഞ്ഞൊരുങ്ങി താണ്ട രാധമ്മ അങ്ങോട്ട് വരുന്നു. കളിയാക്കണ്ട വേണുവേട്ട, എൻ്റെ മോൻ വിദേശത്തുനിന്ന് വന്നിട്ടുള്ള ആദ്യത്തെ ഓണമല്ലേ. ഞാനത് ഗംഭീരമായിട്ട് ആഘോഷിക്കും. നാളെ ഇവിടെ ഏതെങ്കിലും പാവങ്ങൾ വന്നാൽ ഞാൻ അവർക്ക് സദ്യയും കൊടുക്കും. അയൽക്കാരൊക്കെ ഒന്ന് കാണട്ടെ നമ്മുടെ വീട്ടിലെ ഓണം. എടീ രാധമ്മേ, നീ ആരെയാ ഉദ്ദേശിച്ചെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഓണം ആഘോഷിക്കുന്നതൊക്കെ നല്ലതാ, മനസ്സിനൊരു സന്തോഷം കിട്ടും. പാവങ്ങൾക്ക് സദ്യ കൊടുക്കുന്നതും നല്ലതാ. പക്ഷെ അതൊന്നും ആരെയും കാണിക്കാനാണ്ടി ആകരുത്. അതിന്റെ പേരാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അതിനെന്താ പറഞ്ഞോട്ടെ, ഞാനതങ്ങ് സഹിച്ചു. എടി മോളെ, നീ ചെന്ന ATM കാർഡ് എടുത്തോണ്ട് വന്നേ. അമ്മേ, അത് ഫോണിൽ കൂടെ ചെയ്താൽ മതി. അതൊന്നും കുത്താൻ എനിക്ക് അറിയില്ലടി. രാധമ്മയുടെ വേഷവിധാനവും ജാടയൊക്കെ കണ്ടിട്ട് വേണുവേട്ടൻ മനസ്സിൽ പറയുന്നു, ഇവക്ക് അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ. മനസ്സിൽ പറഞ്ഞാൽ മതി, മുറുക്ക പറയല്ലേ വേണുവേട്ട, ചിലപ്പോൾ തല്ല് കിട്ടും. അമ്മ പോയിട്ട് എളുപ്പം വരണേ. അമ്മ പോയിട്ട് വന്നിട്ട് വേണം എനിക്ക് ജയേട്ടനെയും കൂട്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ പോകാൻ. അമ്മേ, അത്തപ്പൂടാനുള്ള പൂക്കളും മേടിക്കണേ. ഒരു 10,000 രൂപയുടെ പൂവെങ്കിലും മേടിക്കണം കേട്ടോ. വേണുവേട്ടൻ അത് കേട്ടങ്ങ് ഞെട്ടിപ്പോയി. അത്രയ്ക്കൊക്കെ വേണോടി? ഉടനെ രാധമ്മ, വേണുവേട്ടനോടൊന്ന് മിണ്ടാതിരിക്കേ. ഈ റെസിഡൻസ് ഏരിയയിലെ നമ്മുടെ വീട്ടിലെ പൂക്കളമായിരിക്കണം ഏറ്റവും വലുത്. വേണുവേട്ടൻ വേണമെങ്കിൽ നോക്കിക്കോ, ഈ വർഷത്തോണം ഞാൻ ഗംഭീരമാക്കും. കഴിഞ്ഞ 2 വർഷത്തോണം നമ്മൾ ആഘോഷിച്ചിട്ടില്ല. അതിന്റെ കുറവുകൂടി താണ്ടി ഞാൻ ഇപ്പൊ തീർക്കും. എടിയിലതേ, നീ ഇങ്ങോട്ട് വന്നേ, സൂപ്പർ മാർക്കറ്റിലെ വലിയ തിരക്കായിരിക്കും എന്നും പറഞ്ഞ് രാധമ്മ താണ്ട സെർവന്റിനെയും വിളിച്ചോണ്ട് പോവുക. പ്രതാപനാണെങ്കിൽ പഴയ കാലത്ത് ഓണമൊക്കെ ഇങ്ങോട്ട് ഓർക്കുവാണ്. രാധമ്മയും വീട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി എല്ലാവർക്കും പുതുവസ്ത്രങ്ങൾ സമ്മാനം നൽകിയതും കൊച്ചമ്മണിക്ക് സമ്മാനം നൽകിയതും എല്ലാം പ്രതാപൻ ഇങ്ങനെ ആ ഓർമ്മകളിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുക. മാവേലിയായിട്ട് ജയനെ വേഷം കെട്ടിച്ചതും കസേരക്കളിയും പുലിക്കളിയും എല്ലാവരും ഓർക്കുക. ഹൃതിക നാണ്ട കേരള സാരിയിൽ ഇങ്ങനെ ഒരുങ്ങി വന്നിട്ട് അച്ഛനോട് ചോദിക്കുന്ന, അച്ഛാ എങ്ങനെയുണ്ട്? ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ ഓണാഘോഷം. ആ കൊള്ളാം മോളെ, എൻ്റെ മോളെങ്കിലും ഓണം ആഘോഷിക്കേ. എനിക്ക് ആഘോഷമൊന്നും ഇല്ലെങ്കിലും സങ്കടമൊന്നുമില്ല. പക്ഷേ ഇവിടെ മറ്റുള്ളവരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നത്. പ്രതാപൻ അങ്ങനെ പറയുമ്പോൾ ഹൃതികയെ അത് കേട്ടിങ്ങനെ സങ്കടത്തോടെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്,
ഋതിക വലിയ സന്തോഷത്തോടെ ഓഫീസിലെ ഓണപ്പരിപാടിക്കായിട്ട് പോവുകയാണ്. അവിടെ വെച്ച് രാജുവിനെ കാണാൻ പറ്റുമോ, മിണ്ടാൻ പറ്റുമോ, ആ രോഷിണി അതിന് സമ്മതിക്കുമോ, എത്രത്തോളം രോഷിണി ഇവളെ അപമാനിക്കാവോ അതൊക്കെ ഒരു പക്ഷേ ചെയ്തേക്കും. ആ സമയത്ത് രാജു പ്രതികരിക്കുമോ, എന്തായിരിക്കും നാളെ രാധമ്മ അവിടെ കാണിച്ചു കൂട്ടാൻ പോകുന്ന ഓണാഘോഷം, പ്രതാപൻ്റെ കുടുംബത്തെ ആക്ഷേപിക്കുന്ന രീതിക്ക് എന്തെങ്കിലുമൊക്കെ രാധമ്മയോടെ ചെയ്തു കൂട്ടുമോ എന്നൊക്കെയുള്ള അറിയാൻ നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.